തിരുവനന്തപുരത്ത് കാർ നിയന്ത്രണം വിട്ട് കുളത്തിൽ വീണ ഒരാൾ മരിച്ചു. പാറശാല ഐരക്കുളത്തിലാണ് കാർ വീണത്. ഐര സ്വദേശി പ്രദീപാണ് മരിച്ചത്. കാറിനുള്ളിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഗോകുൽനാഥ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അവിടെ അതിനുശേഷം പരിശോധനയൊക്കെ നടക്കുന്നു. ഗോകുൽ, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഒരാളുടെ മരണം സംഭവിച്ചിരിക്കുന്നു. ബാക്കിയുണ്ടായിരുന്ന 4 പേരുടെ ആരോഗ്യാവസ്ഥ എന്താണ്? പക്ഷേ പാറശാല ആയിരക്കുളത്തിലാണ് ഇന്ന് 4 മണിയോടുകൂടി ഇത്തരത്തിൽ വാഹനം നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിഞ്ഞത്. ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ കുളത്തിന് ഒരു സംരക്ഷണ ഭിത്തിയോ മറ്റോ ഇല്ല. അങ്ങനെയാണ് ഇത്തരത്തിൽ വാഹനം നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് പതിക്കുന്നത്. പ്രദേശവാസികളടക്കം പറയുന്നത് മുൻപ് പലപ്പോഴായി ജനങ്ങൾ പ്രതിഷേധിച്ചതാണ്. ഇത്തരത്തിൽ കുളത്തോട് ചേർന്ന് വലിയ കാട് പടലങ്ങൾ മൂടിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കുളം എത്ര വരെ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി കാണാൻ സാധിക്കുന്നതല്ല. അത്തരത്തിലൊരു ബ്ലൈൻഡ് സ്പോട്ടായിട്ടാണ് ഈ കുളവും തുടർന്നുള്ള പ്രദേശങ്ങളും ഒക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിരന്തര അപകടങ്ങൾ പലപ്പോഴായി ഉണ്ടായിട്ടുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ജനങ്ങൾ എത്രത്തോളം പറഞ്ഞിട്ടും ഈ ജനപ്രതിനിധികളടക്കമുള്ളവർ കേട്ടിരുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ വാദങ്ങൾക്കൊന്നും ചെവി കൊടുത്തിരുന്നില്ല. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കാറിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഐര സ്വദേശികളായിട്ടുള്ള പ്രദീപ്, അതേപോലെ സഞ്ജു, ഷൈജു തുടങ്ങിയ ആളുകൾ ഉണ്ടായിരുന്നു. ഇതിൽ പ്രദീപ് തത്സമയത്ത് തന്നെ മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ പാറശാല ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. എന്തായാലും ഇവരിൽ പലരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഐര സ്വദേശി പ്രദീപാണ് മരണപ്പെട്ടിട്ടുള്ളത്. ബാക്കി ആളുകളുടെയും അവസ്ഥ ഗുരുതരമാണെന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഇവർ ബോധരഹിതരായിരുന്നു ഈ കുളത്തിൽ നിന്ന് കയറ്റുന്ന സമയത്ത്. എന്തായാലും ഈ പ്രദേശത്ത് വലിയ അപകട ഭീഷണിയായി തന്നെയാണ് ഈ കുളവും അതോട് ചേർന്ന പരിസര പ്രദേശങ്ങളും നിലവിലുള്ളത്. അടിക്കാട് മൂടിയ അവസ്ഥയിലാണുള്ളത്. മരങ്ങൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അടിക്കാട് കൂടി ആകുന്നതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി ഒരു ബ്ലൈൻഡ് സ്പോട്ടായി തന്നെ മാറുകയാണ്. കുളം കൃത്യമായി മേഖലയാണോ? അക്ഷയ, ഒന്നുകൂടെ ആവർത്തിക്കാം. ഇവിടെ സ്ഥിര അപകടം ഉണ്ടാവാറുണ്ടോ? അക്ഷയ, തീർച്ചയായും ഈ പാറശാല പ്രദേശത്തെ പല കുളങ്ങൾക്കും ഇത്തരത്തിൽ ഈ കൈവരികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംരക്ഷണ ഭിത്തിയൊന്നുമില്ല. നമ്മൾ തന്നെ മുൻപ് പല കുളങ്ങളെയും പറ്റിയും വാർത്തകൾ ചെയ്തിട്ടുള്ളതാണ്. അത്തരത്തിൽ തന്നെയാണ് ഇവിടെയും സ്ഥിരം അപകടങ്ങൾ നടക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് ഈ കുളത്തിനൊക്കെ തന്നെ ഈ കൈവരിയില്ല, അല്ലെങ്കിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു സൈൻ ബോർഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ്. ഈ കുളത്തിൽ വീണ ആൾ തന്നെ നമ്മളോട് ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട്. അതായത് വാഹനം എടുത്തുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ, അതായത് കരയാണെന്ന് കരുതിയിട്ടാണ് കുളത്തിലേക്ക് വാഹനം ആ ഭാഗത്തേക്ക് ഇറക്കുകയും ചെയ്തു. അപ്പോഴാണ് മുൻവശത്തെ ടയറുകളൊക്കെ തന്നെ കുഴിയിലേക്ക് അത് പതിച്ചു പോയത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഗോകുൽ, അവിടെ നിന്നുള്ള ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം. തലധാരടിക്കാൻ രക്ഷപ്പെട്ടത്. ഇന്നിപ്പോൾ 5 ചെറുപ്പക്കാരാണ് ഇതിനകത്ത് പെട്ടുപോയത്. 2 പേർക്ക് പരിക്കുണ്ട്, 3 പേര് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി കാർ എടുത്താൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇതിനകത്ത് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് ഒരു വലിയ അപകടമാണ്. തുടർന്നും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനിയെങ്കിലും അധികാരികളുടെ കണ്ണ് തുറന്നു ഇവിടെ ഒരു സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ.